സത്യമേ. ഓ, എന്താ ശാരദാമ്മേ, മകളുടെ സീമന്തമായിട്ട് ഈ നേരത്താണോ വരുന്നേ? അത് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വൈകി സത്യമേ. ഇന്നലെ ഹോട്ടലിൽ ഇത്തിരി ജോലി തിരക്കുണ്ടായിരുന്നു. ശാലി എവിടെ? അവളെ മുകളിൽ പ്രീതി ഒരുക്കിക്കൊണ്ടിരിക്കുക. വരൂ, വാ വാ, നീ വാ. ബോഡി മനസ്സിലായില്ലേ? ശാലിനിയുടെ അമ്മയാ ശാരദാമ്മ. സത്യമേ, ഞാനൊന്ന് മോളുടെ അടുത്തേക്ക്. ചെല്ലേ, ഞാനങ്ങോട്ട്. അല്ല, എന്താ ആരും ഒന്നും കുടിക്കാത്തെ? കുടിക്ക്. എല്ലാരും കൃത്യസമയത്ത് തന്നെ എത്തിയല്ലോ, സന്തോഷം. പൊന്ന്, അവസാനം എന്റെ ആഗ്രഹം സാധിച്ചു തന്നു. നമ്മുടെ ശാലിനിമോള് പ്രഗ്നന്റാ. എന്റെ മകൻ വിഷ്ണുവിന്റെ ഭാര്യ ശാലിനി ഗർഭിണിയാണ്. എന്റെ മരുമകള് ശാലിനി ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ പോകുന്നു. തുടരുത് തന്നെ. വിളിക്കണ്ട നീ എന്നെ അങ്ങനെ. കല്യാണം കഴിഞ്ഞ് ഗർഭിണിയായി സീമന്തവും നിശ്ചയിച്ചു. അപ്പോഴാണോ നിനക്ക് അമ്മ ഓർമ്മ വന്നത്? അതും തൊട്ടു മുന്നിൽ കണ്ടപ്പോ. അമ്മേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ശാലി, നീ എന്ത് ന്യായം പറഞ്ഞാലും ഇതൽപ്പം കടന്ന കൈയായി പോയി. ചേച്ചി, സാധാരണ പെണ്ണുങ്ങൾ ഗർഭിണിയായി കഴിഞ്ഞാ അക്കാര്യം അതും ഭർത്താവിനെ അറിയിക്കും. രണ്ടാമത് പറയുന്നത് സ്വന്തം അമ്മയോടാ. കുറ്റം പറയണ്ട ശാരി. ഇവൾക്കും കൂടി ഇങ്ങോട്ട് അങ്ങനെ ഒരു ബന്ധം തോന്നണ്ടേ? അത് ശാലിനിയുടെ കുറ്റമല്ല. കുറ്റമല്ല മോനെ, ആണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. മക്കള് ചെയ്യുന്നതല്ല, അവരിങ്ങനെയൊക്കെ ചെയ്യണമെന്ന് അച്ഛനമ്മമാർ ആഗ്രഹിക്കുന്നതാ തെറ്റ്.
ശാരദാമ്മ, ഞാൻ ശാരദാമ്മ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുക? എനിക്കത് മനസ്സിലാവില്ല മോനെ. ഇവള് ഗർഭിണിയായിട്ട് ഇത്രയും ദിവസമായി. ഒടുവില് സീമന്തം നിശ്ചയിച്ചത് പോലും ഞാൻ അറിയുന്നത് സത്യമ്മ പറഞ്ഞിട്ടാ, തലേന്ന്, അതും ഫോണിൽ കൂടെ. സത്യമ്മ ഞാൻ കുറ്റം പറയില്ല. ആ പാവം വിചാരിച്ചു വച്ചിരിക്കുന്നത് നിങ്ങൾ വിവരങ്ങളൊക്കെ നേരത്തെ എന്നോട് പറഞ്ഞിട്ടുണ്ടാവുന്ന. മോനെ, നിനക്കെങ്കിലും ഒരു വാക്ക് എന്നോട് പറയായിരുന്നില്ലേ? അമ്മേ, വിഷ്ണുവേട്ടൻ പറയുന്ന നീ മിണ്ടരുത്. എന്റെ മക്കളില് നീയാ ഭയങ്കര മിടുക്കി. എടി ഇവളെ ഇങ്ങോട്ട് കല്യാണം കഴിച്ചു വന്നിട്ട് കുറച്ച് നാളായെന്നെങ്കിലും വിചാരിക്കാം. എന്നാ നീയൊടി ഇന്നലെ കയറി വന്നതാ നീ ഇങ്ങോട്ട്. എന്നിട്ട് നിനക്ക് എന്നെ ഈ വിവരം ഒന്ന് അറിയിക്കണമെന്ന് തോന്നിയോ? ഓ, ഇപ്പൊ നിങ്ങൾ ചേച്ചി അനിയത്തിയും ചക്കര അടയായിട്ട് നിൽക്കുവാണല്ലോ. നേരത്തെ കീരിയും പാമ്പും ആയിരുന്ന നിങ്ങൾ സ്വരുമയിലായതെങ്കിലും ഈ അമ്മയ്ക്ക് സന്തോഷമുണ്ട്. അതിന് കാരണം എന്താ നമ്മ അന്വേഷിച്ചോ? നേരത്തെ കീരിയും പാമ്പും ആയിരുന്ന ഞങ്ങൾ സ്വരുമയിലായെങ്കിൽ അതിനൊരു കാരണമുണ്ടമ്മ. ഈ നിൽക്കുന്ന കുഞ്ഞേച്ചിയും വിഷ്ണുവേട്ടനും എനിക്ക് നല്ലത് മാത്രമേ ചെയ്യൂന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. എനിക്കൊരു ജീവിതം കിട്ടാൻ വേണ്ടി സ്വന്തം ജീവിതം വരെ വേണ്ടാന്ന് വെക്കാൻ തയ്യാറാകും ഇവര്. വേണ്ടി വന്ന ചങ്കറുത്ത് കയ്യിൽ വെച്ചു തരും. അങ്ങനെയുള്ള കുഞ്ഞീച്ചിയും വിഷ്ണുവേട്ടനും ഒരു കാര്യം ചെയ്യണമെങ്കിലോ ചെയ്യാതിരിക്കണമെങ്കിലോ അതിന് പിന്നിൽ ഒരു കാരണം ഉണ്ടാവണം. അത് അന്വേഷിച്ചോ അമ്മ? അത് കഴിഞ്ഞു മതി കുറ്റപ്പെടുത്തലൊക്കെ. എന്നാ നീ പറയടി, ഗർഭിണിയായ വിവരം ഇവരെന്നെ അറിയിക്കാത്തതിന്റെ കാരണം എന്താന്ന്? ഇടി പറയാൻ. ഇടി നിന്നോട് ചോദിച്ചത് പറയാൻ. ഞാൻ പ്രഗ്നന്റ് അല്ല അമ്മേ. എന്താടി നീ എന്താ പറഞ്ഞേ? ഞാൻ അമ്മയുടെ മകൾ ശാലിനി പ്രഗ്നന്റ് അല്ല എന്ന്. ഈ താഴെ നടക്കുന്നേക്കോ? ഇടി ഇടി എന്താ ഇടി പറയുന്നേ? പറയടി, എന്തേതൊക്കെ എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല. ശരി ചേച്ചി, ഞാൻ പ്രഗ്നന്റ് അല്ല. നീ എന്താ വിളിച്ചു പറയുന്ന വല്ല ബോധ്യമുണ്ടോ നിനക്ക്? സത്യം ശരി ചേച്ചി, ഞാൻ പ്രഗ്നന്റ് അല്ല. പിന്നെ നീ ഗർഭിണിയാന്ന് സത്യവും പറഞ്ഞതോ? സീമനന്ദൻ ഈ നാട്ടുകാരെ മൊത്തം വിളിച്ചു കൂട്ടിയിരിക്കുന്നതോ? അത് സത്യാമ്മയോട് കളവ് പറഞ്ഞത്. ഗർഭിണിയാന്ന് സത്യമോട് കള്ളം പറഞ്ഞെന്നോ? ശാരദാമ്മ, ഞാനെല്ലാം പറയാം. എന്തൊക്കെ? ആ സത്യമേ, കമല, നീ ഇപ്പോഴാണോ വരുന്നേ? മൊബൈൽ റെസ്റ്റോറന്റിൽ കുറച്ച് ജോലി ഉണ്ടായിരുന്നു സത്യമേ. ഓ, നീ ഇപ്പം വലിയ മുതലാളിയായി പോയല്ലോ. അല്ല, ആശാൻ എവിടെ സത്യമേ? അവൻ മുകളിലുണ്ട്. ആ ആ
അച്ഛാ. വരൂ വരൂ. ഞാൻ വരാൻ വൈകിയില്ലല്ലോ അല്ലേ? ചടങ്ങുകളൊക്കെ തുടങ്ങാൻ പോന്നേ ഉള്ളൂ. ആ ഇതാണുണ്ടായത്. ഇതല്ലേ ഉണ്ടായത്? ഇത്രേ ഉണ്ടായിട്ടുള്ളൂ. പറയുമ്പോ എത്ര നിസ്സാരമാ. എനിക്ക് എന്റെ മോളോടാ സംസാരിക്കാനുള്ളത്. എടി, നീ ഒരു പെണ്ണല്ലേടി? ചെയ്തു വച്ചിരിക്കുന്നത് എന്താന്ന് വല്ല ബോധമുണ്ടോടി? ഇങ്ങോട്ട് നോക്കടി. താഴെ ഒരു അമ്മ നിപ്പുണ്ട്. അവരുടെ മകന്റെ കുഞ്ഞിന്റെ ജീവൻ നിന്റെ വയറ്റിൽ മുള പൊട്ടിയിട്ടുണ്ടെന്നുള്ള വിശ്വാസത്തില് ആ സന്തോഷം ആഘോഷിക്കാനാ അവര് സീമന്തോന്നും പറഞ്ഞ് ബന്ധുക്കളെ നാട്ടുകാരൊക്കെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. എടി, സമാധാനം പറയടി. എനിക്കറിയില്ല അമ്മ. അറിയില്ലെന്ന് ഇത്രയൊക്കെ ചെയ്ത് കൂട്ടിയിട്ട്. ശാരദാമ്മ, രോഹിത്തിന് ശ്യാമയ്ക്കും വേണ്ടിയിട്ടാ ഞങ്ങള്. രോഹിത്തിന് ശ്യാമയ്ക്കും വേണ്ടി ഇടപെടാൻ നിങ്ങൾ ആരാ? പറ, ആരാന്ന്? ശാരദാമ്മ, ശാലിനിയല്ല. ഞാനാ പറഞ്ഞത് അയാൾ ഗർഭിണിയാണെന്ന്. തൽക്കാലത്തെ രക്ഷയ്ക്ക് വേണ്ടി ഒരു കള്ളം പറഞ്ഞതല്ലേ? അതിനു വേണ്ടി കൊടുക്കേണ്ടി വരുന്ന പിഴ എന്താന്ന് അറിയോ എന്റെ മക്കൾക്ക്? ഈ വിവരം സത്യം അറിഞ്ഞാ മതിയല്ലോ. അത് ഞങ്ങൾക്ക് പേടിയുണ്ട്. പക്ഷെ ഓരോന്നും ചെയ്തു വെച്ചിട്ടും കാണിച്ചിട്ടും പേടിച്ചിട്ട് എന്താടി കാര്യം? ഒരു കള്ളം പറഞ്ഞതിരിക്കട്ടെ, ഇതുവരെ എത്തിക്കാതെ നിങ്ങൾക്കത് തിരുത്തി പറയായിരുന്നില്ലേ? ദേ, രോഹിത്തിന് ശ്യാമയ്ക്ക് ഒരു ജീവിതം വിധിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കത് കിട്ടും. എല്ലാത്തിലും കൂടെ കേറി ഇടപെട്ട് മറ്റുള്ളവരുടെ ഭാരം മുഴുവൻ മുതുകി കയറ്റി വെക്കാൻ നിങ്ങൾ ആരാ? ദേ, ഒരിക്കൽ നിൽക്കുന്ന പ്രീതിയുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അവളുടെ ഗർഭം ഏറ്റെടുത്തതാ ഇവള്. ഈ വിഷ്ണുമോനോട് പോലും ആ സത്യം ഇവള് തുറന്നു പറഞ്ഞില്ല. അന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ശാലിനിയുടെ കഴുത്തില് ഇന്ന് താലി ഉണ്ടാവില്ലായിരുന്നു. വിഷ്ണു കെട്ടിയ താലി ഇപ്പൊ ആ സുസ്മിതയുടെ കഴുത്തിലായിരുന്നു എന്നെ കിടക്കുന്നത്. മക്കളെ, നിങ്ങൾ അതേ അബദ്ധമായി ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വിവരം പുറത്താരെങ്കിലും അറിഞ്ഞാലുള്ള ഭവിഷ്യത്ത് എന്താന്ന് അറിയോ നിങ്ങൾക്ക്? പുറത്താരും അറിയില്ല ശാരദാമ്മ. ജീവൻ പോയാൽ ഈ വിവരം പുറത്തു പറയാത്തവരുടെ കാതുകളിലെ ഇപ്പോഴും ഈ വിവരം എത്തിയിട്ടുള്ളൂ. ഈശ്വരാ, അവരുടെ കയ്യിൽ നിന്ന് ഇതൊന്നും ഒരിക്കലും വെളിയിൽ പോയില്ല. ഈശ്വര, എന്തൊക്കെയാ എന്റെ ദേവി.
ഇതിന്റെ ഗൗരവം പിടികിട്ടിയിട്ടില്ലേ? പറഞ്ഞത് കള്ളമാണെന്നുള്ള കാര്യം സത്യാമ്മ അറിഞ്ഞ എന്തുണ്ടാവുന്ന നിങ്ങൾ കരുതിയിരിക്കുന്നേ? ഞാനിത് അമ്മോട് പറയാ ശാരദമ്മ. ശാരദമ്മ പേടിക്കുന്ന പോലും ഒന്നും ഉണ്ടാവില്ല. അത് എനിക്ക് വയ്യ. അല്ല, പറയണം മോനെ. ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം നേരത്തെ സത്യമ്മ ഈ വിവരം അറിഞ്ഞിരിക്കണം. കഴിയുമെങ്കിൽ ഈ സീമന്ത ചടങ്ങ് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ. ശാലിനി, ആഹാ, ഒരുങ്ങി കഴിഞ്ഞു. രാജകുമാരിയെ പോലെ ഉണ്ട് എന്റെ തങ്കക്കൂടം. ഇതൊക്കെ ആരുടെ ഐശ്വര്യമാണെന്ന് ശാരദാമ്മയെന്ന് പറഞ്ഞു കൊടുക്ക്. ഗർഭിണികൾക്ക് സൗന്ദര്യവും തേജസ്സും ഒക്കെ വർദ്ധിക്കുന്ന ഈ തിളക്കുവേ നിന്റെ വയറ്റിൽ കിടക്കുന്ന ഈ രാജകുമാരന്റെ ക്രെഡിറ്റാ. അല്ലേടാ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. എടാ, അതൊക്കെ ഇനി ചടങ്ങ് കഴിഞ്ഞിട്ട്. എടാ, മുഹൂർത്തമായി. അതല്ലമ്മേ. മോളെ നീ വാ. അമ്മ ഒന്ന് മാറി നിൽക്കടാ. കൊച്ചു കുട്ടികളെ പോലെ എപ്പോ നോക്കിയാലും. നീ വാ മോളെ, വാ വാ. നീ നിങ്ങളെന്താ അവിടെ നിൽക്കുന്നേ? വാ വാ ശാരദാമ്മേ.
ആവശ്യമില്ലല്ലോ സുഭദ്രെ. നമ്മള് പറഞ്ഞ പോലെ അവക്കിത് വലിയ താല്പര്യമൊന്നും കാണില്ല. സത്യാമ്മയുടെ നിർബന്ധത്തിലായിരിക്കും ഈ ഗർഭവും ചടങ്ങും ഒക്കെ. കുട്ടി ഇങ്ങോട്ട് ഇരുന്നോളൂ. ആ മോളിരിക്കെ. ആ ഇരിക്കൂ.